അപ്പോൾ ഞങ്ങൾ 3 വർഷം കൂടി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇതെൻ്റെ നേരെ ഇളയ ബ്രദർ ജോമോൻ, ഇത് അതിന് താഴെയുള്ള കൊച്ചുമോൻ. അപ്പം ഞങ്ങളുടെ ചെറുപ്പകാലത്തെ കുറേ നല്ല നിമിഷങ്ങളും എല്ലാം നല്ലതാണെന്ന് വിചാരിക്കല്, ഞങ്ങൾ മറ്റുള്ളവരെ പോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ വഴക്കു പിടിച്ചും സ്നേഹിച്ചുമാണ് ഞങ്ങളുടെ ചെറുപ്പകാലം ഞങ്ങൾ പിന്നിട്ടത്. അതുമാത്രമല്ല, ഞങ്ങൾക്ക് വളരെ പ്രയാസകരമായ സമയങ്ങളും ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അപ്പം ഞങ്ങളുടെ കുറച്ച് നല്ല മുഹൂർത്തങ്ങളും ഞങ്ങളുടെ സ്ട്രഗിൾസും അതെങ്ങനെയാണ് ഞങ്ങൾ സർവൈവ് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇപ്പം ജോമോനെ പറ്റി പറയുമ്പോൾ, ഇവനെ ഞാൻ ആദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇവനെ ആദ്യം കാണുന്നത് ഒരു ജലസി, ഒരു അസൂയയോടുകൂടിയാണ്. നിങ്ങൾ എന്നോട് സത്യം ചോദിക്കുവാണെങ്കിൽ ഇപ്പോഴും ചെറിയ അസൂയൊക്കെ ഉണ്ട് എനിക്കിവനോട്. കാരണം ഇവൻ എപ്പോഴും എന്നെ ഭരിക്കണം. 1 വയസ്സ് ഇളയതായതുകൊണ്ടും ഇവൻ്റെ ഒരു ചിന്ത എന്നെക്കാളും കുറച്ച് പൊക്ക കൂടുതലുള്ളത് കൊണ്ടും ഇവനാണ് മൂത്തത് എന്ന രീതിയിലാണ് അവൻ്റെ നടപ്പും എടുപ്പും പെരുമാറ്റവും എല്ലാം. അപ്പോൾ ഞാൻ പറയാം എന്തായിരുന്നു എന്ന്. ഏകദേശം എനിക്ക് തോന്നുന്നത് എനിക്കൊരു 2 വയസ്സുള്ളപ്പം ഇവനൊരു 1 വയസ്സുള്ളപ്പോഴാണ് അതായത് ഞങ്ങളുടെ പേരൻസ് ലവ് മാരേജ് ആയിരുന്നു. അപ്പം അച്ചാച്ചയുടെ വീട്ടിലുള്ളവർ അത്ര സപ്പോർട്ടല്ലായിരുന്നു. പെൺകുഞ്ഞുണ്ടായപ്പോൾ അവർ കാണാൻ വന്നില്ല. ഒരു മോനുണ്ടായപ്പം 1 വയസ്സായപ്പം അവർ കാണാൻ വന്നു. അപ്പോൾ അവരെല്ലാവരും ഇവനെ എടുക്കുന്നു, കളിപ്പിക്കുന്നു. എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നിൻ്റെ ഓർമ്മയിൽ ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? ആദ്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത് വെച്ചാൽ അച്ചാച്ചയ്ക്ക് അന്നൊരു സൈക്കിളുണ്ടായിരുന്നു. അപ്പം അച്ചാച്ച സൈക്കിളിൽ, നമ്മുടെ വീട് കുറച്ചൊരു കുന്നുംപുറത്തായിരുന്നല്ലോ, അപ്പം നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ള റോഡായിരുന്നു. അപ്പോൾ ആ റോഡിൽ കൂടെ അച്ചാച്ച സൈക്കിളിൽ ചേച്ചീനെയും എന്നെയും കൂടെ ഇരുത്തി കൊണ്ടുപോകുന്നതാണ് ഫസ്റ്റ് എൻ്റെ ഒരു ഓർമ്മ ചേച്ചിയായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ നമ്മൾ വെളുപ്പിനെ അന്നൊക്കെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ തണുപ്പിന് അമ്മച്ചിയുടെ അപ്പച്ചൻ ചാച്ചൻ നമ്മളെയൊക്കെ ആയിട്ട് ഇങ്ങനെ കരിയിലൊക്കെ കൂട്ടി അങ്ങനെ തീ കായുന്ന ഒരു ഓർമ്മയുണ്ട്. ഓർക്കുന്നുണ്ടോ നമ്മൾ ആ തീ കായുന്ന സമയത്തൊക്കെ ഈ പൊങ്ങല്യത്തിന്റെ കമ്പെടുത്തിട്ട് നമ്മളിങ്ങനെ സിഗരറ്റ് വലിക്കുന്ന പോലെ വലിക്കാൻ? അതെ, ആരും കാണാതെ നമ്മൾ ആ പൊങ്ങല്യത്തിന്റെ കമ്പെടുത്തിട്ട് ഒരു ചായ്പുണ്ട്, അങ്ങനെ അവിടെ പോയിട്ട് ആരും കാണാതെ നമ്മൾ വലിച്ചോണ്ടിരിക്കുന്ന. പിന്നെ ഒരു ദിവസം അമ്മച്ചി വന്ന് നമ്മളെ പിടിച്ച് എന്നിട്ട് അടിച്ചിട്ട് പറഞ്ഞു ഇത് അന്ന് നമ്മൾ വലിയ ആൾക്കാരൊക്കെ സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് നമുക്ക് അതിന്റെ ഒരു അവര് ചെയ്യുന്ന പോലെ അതേ ഒരു ആക്ട് നമ്മളത് വീണ്ടും അതെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാലുമ്പോ കാലൊക്കെ കയറ്റി വെച്ച് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വലിക്കുമായിരുന്നു. അമ്മച്ചി വന്ന ഒരു ദിവസം പിടിച്ച് വഴക്കൊക്കെ പറഞ്ഞു. അത് ഒരു ഓർമ്മയുണ്ട്. എനിക്ക് അടി കിട്ടിയ, നിനക്ക് അടി കിട്ടിയില്ല. കാരണം ഞാനായിരുന്നു മൂത്തത്, ഞാനാണത് നിറച്ച് തന്നത്. അതുകൊണ്ട് എനിക്ക് അടി കിട്ടി, ഇവരടി കിട്ടിയില്ല. പിന്നെ എപ്പോഴും കാരണം ഞാൻ എപ്പോഴും ഇവനെ വിളിക്കുന്നത് പരവേശം പരമോന്നായിരുന്നു. കാരണം ഭക്ഷണമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഭക്ഷണം, പക്ഷെ എനിക്ക് അത്ര കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവൻ കഴിക്കുന്ന ഞാനിങ്ങനെ നോക്കിയിരിക്കും. പിന്നെ നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ മിക്കവാറും അമ്മച്ചിയുടെ വീട് ഞങ്ങളുടെ അടുത്തായിരുന്നു. അപ്പം ഞങ്ങൾ അമ്മ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ വീടും. അപ്പം നമ്മളെപ്പോഴും അമ്മച്ചിയുടെ വീട്ടിൽ ഇടയ്ക്ക് പോകുമായിരുന്നു. അപ്പം അവിടെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തരുമ്പം ഞാൻ പയ്യാണ് കഴിക്കുന്നത്. അപ്പം നീ വേഗം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവൻ എൻ്റെ പ്ലേറ്റിലോട്ട് നോക്കുമ്പോൾ ഇവന് വയറൊക്കെ നിറഞ്ഞ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവന് ആ ഭക്ഷണം കളയരുത്. അപ്പം നീ എന്നോട് പറയും എപ്പോഴും തിന്നോ ചേച്ചി തിന്നോ എന്നും പറഞ്ഞ് എന്നെ അടിച്ചോണ്ട് ഇങ്ങനെ തീറ്റിക്കുമായിരുന്നു. അത് ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ എൻ്റെ ഓർമ്മയിൽ വരുന്നത്, പിന്നെ ഞങ്ങൾക്ക് ഓർമ്മയിലോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇവൻ ഉണ്ടാകുന്നതാണ് അല്ലേ. ഇവൻ ഉണ്ടാകുമ്പോൾ ഇതായത് ഞങ്ങളെക്കാളും ഒരു 5 വയസ്സിൽ മോളിൽ, നിന്നെക്കാളും 5 വയസ്സ് എളുപ്പമുള്ളപ്പോഴത്തേക്ക് ഇവരുണ്ടാകുമ്പോൾ അച്ചാച്ചി അമ്മച്ചിയും ഹോസ്പിറ്റലായിരുന്നു. അമ്മച്ചി ഇവരുടെ ഡെലിവറിക്ക് വേണ്ടി പോയി, അച്ചാച്ചൻ ഹോസ്പിറ്റലായിരുന്നു. അപ്പം ഞങ്ങളുടെ അച്ചാച്ചൻ്റെ പെങ്ങളും, അതായത് ആൻറ്റിയും പിന്നെ അമ്മയുടെ അങ്കിളും അവരൊക്കെ ആയിരുന്നു. അവരും ചെറുപ്പം 10-ലോ 12-ലോ പഠിക്കുന്ന പ്രായം. അവരും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം വൈകിട്ട് ഞങ്ങൾക്ക് കൂട്ടായിട്ട് അവരായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവന് പണ്ടേ ഭക്ഷണപ്രിയനാണ്. അപ്പോൾ നീ ഓർക്കുന്നുണ്ടോ, ഇങ്ങനെ മീൻകറി ചട്ടി കാണിച്ചിട്ട് നിന്നോട് ചോദിക്കും, അപ്പം നിനക്ക് എപ്പോഴും ഏറ്റവും വലിയ മീൻ കഷ്ണം വേണം. എന്ത് ഭക്ഷണത്തിന് ഏറ്റവും വലുത് ഏറ്റവും കൂടുതൽ ഇവന് വേണം. ഇവനല്ലെങ്കിൽ അതിനുവേണ്ടി വഴക്ക് പിടിക്കും. അപ്പൊ ഇങ്ങനെ മീൻ കഷ്ണം ഇങ്ങനെ നീ പറഞ്ഞു വലിയ കഷ്ണം വേണമെന്ന് തുടക്കം മുതൽ അങ്ങ് കരച്ചിലാണ്. അപ്പൊ ഉടനെ ആന്റി പറഞ്ഞു, ഓക്കെ നീ ഒരു കാര്യം ചെയ്യും, നീ തന്നെ അങ്ങോട്ട് നീ ഇഷ്ടമുള്ള എടുത്തോ. അപ്പൊ അന്ന് നമുക്ക് കറണ്ട് ഇല്ല, മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിലാണ്. അപ്പൊ വെട്ടത്തില്
ചട്ടി ഇങ്ങനെ കാണിച്ചു തന്നപ്പോ നീ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ഏറ്റവും വലിയ പീസ് ചൂണ്ടിക്കാണിച്ച്. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയാവോ? ആ വലിയ പീസ് ഒരു വലിയ കൊടംപുളിയായിരുന്നു. അപ്പൊ അന്ന് നിനക്ക് എന്നിട്ട് എനിക്ക് വിഷമം തോന്നി, കാരണം ലിമിറ്റഡ് പീസേ ഉള്ളായിരുന്നു. പിന്നെ എനിക്ക് ഇച്ചിരി വിഷമം തോന്നി, എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി മുറിച്ച് തന്നെന്നാണ് നിനക്ക്. കാരണം അവനാ വലിയ പീസിൽ അവര് പറയും നിനക്ക് വേറെ പീസ് തരത്തില്ല. പിന്നെ സഹതാപം തോന്നി ഇച്ചിരി അങ്ങോട്ട് തന്നെന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, നിനക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു വാശിയായിരുന്നു, എനിക്ക് വേണം, എനിക്ക് നേടിയെടുക്കണമെന്ന്. അതായത് അന്ന് കാലത്തൊക്കെ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അന്ന് എപ്പോഴും ഒരു പനിയും ചുമയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും വരാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഇവന് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇവന് കിട്ടും. അപ്പം അന്ന് കാലത്തുള്ളതാണ് ഒരു പെൻസിലിൻ ഇഞ്ചക്ഷൻ. അതെ, അപ്പം ഞങ്ങളെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഇതുപോലെ അമ്മയുടെ ആങ്ങളെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇവൻ എന്ത് ചെയ്താ ഇഞ്ചക്ഷൻ അമ്മ ഫ്രീ അല്ല, അമ്മ ഇവരെ രണ്ടു ഇരട്ടെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ പിന്നെ അമ്മയുടെ ആങ്ങളെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു മാടക്കടയുണ്ട്. അപ്പൊ പോകുമ്പോ തന്നെ പറയും ഇഞ്ചക്ഷൻ എടുക്കുവാണെങ്കിൽ പഴം വാങ്ങിച്ചു തരാന്ന്. അപ്പൊ പഴം എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം പൈസയൊന്നുമില്ല, 1 2 മേടിച്ചു തരാനുള്ള പൈസയേ ഉള്ളു. പക്ഷെ അതല്ല പ്രശ്നം, ഇഞ്ചക്ഷൻ എല്ലാം എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്നു കഴിയുമ്പോ ഇവന് കൊലയുടെ അടുക്കേന്ന് പോകത്തില്ല. 2 3 കാ എണ്ണാൻ അറിയത്തില്ല. എന്നാലും പറയും കൊടുക്കും, തിന്നും. 2 3 കാ. ആ കടക്കാരൻ തന്നെ ഓടിച്ചു വിടേണ്ട അവസ്ഥയിലാണ്. പിന്നെ പിടിച്ചു വലിച്ചാണ് വീട്ടിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇത് വല്ല ഓർമ്മയുണ്ടോ? പറയുമ്പോ ചേച്ചി പറയുമ്പം ഓർമ്മയുണ്ട്. അപ്പം ഞാന് നിന്നെ നമ്മുടെ ആ ചാണകക്കുഴിയുടെ അടുക്കലിട്ട് കൊണ്ടുപോയി. അതിനകത്ത് നിറയെ വെള്ളമാണ്. അപ്പൊ നമുക്കൊന്നും കാണത്തില്ല അടിയിൽ എന്താന്ന്. കാക്രു പൂക്രു ഇങ്ങനെ തവളയുടെ ഒക്കെ കരച്ചിൽ കേൾക്കാം. ഞാൻ നിന്നോട് പറഞ്ഞ കൊച്ചുമാനെ, നിന്റെ മുതലപ്പപ്പായും മുതലമമ്മി, നിന്റെ അപ്പനും അമ്മയും മുതലയാണ്, മുതലപ്പപ്പായും മുതലമമ്മി നിന്നെ വിളിക്കുന്നെന്ന്. നീ അവിടെ വന്നൊന്ന് നോക്കിയിട്ട് നീ അങ്ങ് തിരിച്ചു പോയി. അവന്റെ അപ്പനും അമ്മനെ കാണണമെന്ന് ആഗ്രഹമില്ല, ഒരു സ്നേഹമില്ല. പക്ഷെ എന്റെ ആ പരിശ്രമം എല്ലാം വിഫലമായി. പക്ഷെ പിന്നെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇവൻ ഭയങ്കര കാം കോയറ്റ് സ്വീറ്റ് ബേബി ആയിരുന്നു. പിന്നെ എൻ്റെ മനസ്സങ്ങ് തിരിഞ്ഞ്, ഇവൻ എനിക്ക് എന്നും റിബലായിരുന്നു. കാരണം 1 വയസ്സ് ഇളയതേ ഉള്ളതുകൊണ്ട് ഇവൻ എന്നെ എപ്പോഴും ഭരണം. ഞാൻ നടക്കുന്നത് കുറ്റം, ഞാൻ ഇരിക്കുന്നത് കുറ്റം, ഞാൻ ചെയ്യുന്ന എല്ലാം കുറ്റം. ചേച്ചിനെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഇതാണ് ഇവന്റെ മെയിൻ ഹോബി. എനിക്ക് തോന്നുന്നു ഇവൻ വല്ലവരെയൊക്കെ ലൈനിടാൻ നോക്കി, അതുകൊണ്ടായിരിക്കും, ആ കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ എപ്പോഴും ഇവന്റെ ഞാൻ എവിടെ പോയാലും ഇവന്റെ കണ്ണ് എന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് ഇവനെ കൊണ്ട് എനിക്ക് അങ്ങ് ശല്യമായിരുന്നു. അതേസമയത്ത് ഇവൻ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. എനിക്ക് ഇവനോട് പിന്നെ അങ്ങ് മാറി എന്റെ സ്നേഹം. എനിക്ക് ഇവനോട് സ്നേഹമായി. നിനക്ക് ഇച്ചിരി അസൂയ ഉണ്ടായിരുന്നല്ലേ? ചേച്ചിക്ക് കൊച്ചുമോനെയാണ് ഇഷ്ടം. കാരണം ഇവൻ ലോല ഹൃദയനായിരുന്നു. ഇവൻ പാട്ട് പാടും, നമ്മൾ പറയുന്ന എല്ലാം കേൾക്കും. ഇവനാണ് ഞാൻ പറയുന്നത് എല്ലാം കേൾക്കും, പക്ഷെ അനുസരിക്കത്തില്ല, എതിർക്കുകയും ചെയ്യും. എന്നെ ഭരിക്കണം. ഇവനുണ്ടല്ലോ ഭയങ്കര സ്നേഹത്തിൽ എന്നെ ഇങ്ങനെ എടുത്തോണ്ടൊക്കെ നടക്കും. എല്ലാരും ഓർക്കും എന്ത് സ്നേഹമാണെന്ന്. ആരും കാണാത്തവൻ തറയിലോട്ടിടും. അങ്ങനെയൊക്കെ ആയിരുന്നു ഇവന്റെ പരിപാടി. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ലൈഫ് വളരെ സ്ട്രഗിൾ ആയിരുന്നു അല്ലെ, ആ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും. കാരണം ഞങ്ങൾക്ക് പലപ്പോഴും ഈ അച്ചാച്ചി കോൺട്രാക്ട് ജോലിയായിരുന്നു, ബിസിനസ്സിലൊക്കെ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. പക്ഷെ എന്നാലും ഞാൻ ഇവരെ രണ്ടുപേരെയും ഇംഗ്ലീഷ് വായിക്കാൻ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ചേച്ചി ഇംഗ്ലീഷ്, അതായത് എനിക്ക് വന്ന ശനി ഞായർ അല്ലേ, അതിന്റെ വേറെ കാര്യം കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. അന്ന് ദൂരദർശനില് സിനിമയുണ്ടല്ലോ, അപ്പം മലയാളം ദൂരദർശൻ തുടങ്ങി ആ സമയമൊക്കെയാണ്. അപ്പം പറയും നിനക്ക് മലയാളം പടം കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. കുറേ ലെസൺസ് തരുമായിരുന്നു. എന്നിട്ട് അത് ഫുള്ള് പഠിച്ചു കഴിയാതെ വിടത്തില്ലായിരുന്നു. അപ്പം പടം കാണാൻ പോകണല്ലോ എന്നോർത്ത് കുത്തിപ്പിടിച്ചിരുന്ന് പഠിക്കുമായിരുന്നു. അല്ല, നിനക്ക് ഞങ്ങളെ പറ്റിയുള്ള ഓർമ്മ എന്താ? എന്നെ ഇവനെ പറ്റിയുള്ള ഓർമ്മ, ആദ്യത്തെ ഓർമ്മ അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ എനിക്ക് ഓർമ്മയെ കുറിച്ച് പറയുവാണെങ്കിൽ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നമ്മൾ വാടക വീട്ടിൽ താമസിക്കാൻ പോയില്ലേ, അത് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ നടന്നായിരുന്നു പോയത്. മാന്നാനത്തുനിന്ന് ശാസ്താംക വരെ ഒരുമിച്ച് നടന്നാ പോകുന്നത്. അതെ അതെ, ഒരു വൈകുന്നേരം എല്ലാവരും കൂടെ നടന്നു പോകുന്ന, ഇങ്ങനെ കൈയും പിടിച്ചു പോകുന്ന ഒരു ഓർമ്മയുണ്ട്. അതാണ് എൻ്റെ ചെറുതായിട്ടുള്ള ഒരു ഓർമ്മയുള്ളത്. ആണല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവനെ പറ്റി എന്തെങ്കിലും നല്ലതാണോ ചീത്തയാണോ ആദ്യത്തെ ഓർമ്മ? നല്ലതായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ശാസ്താംഗ ചെന്നപ്പം അവിടുത്തെ അമ്പലത്തിൽ നാരദൻ എന്ന് പറയുന്ന ബാല ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് കാണാനായിട്ട് എല്ലാവരും കൂടി പോകുന്നതും. അതെ അതെ, അത് സർക്കസ് വരുന്നത്. അതെ, സർക്കസ്. സർക്കസ് കൂടെ
ജംബോ സർക്കസ് അത് നമ്മുടെ പറമ്പിലായിരുന്നു. അതൊരു അതെ 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 അതൊരു അന്നത്തെ ഒരു ഫിലിം സോങ്ങിന്റെ പാട്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരൻ നമ്മുടെ അവിടെ വന്നായിരുന്നു വെള്ളം കോരിക്കൊണ്ടിരുന്നു. അതെ അതെ പുള്ളി വെള്ളം കോരിക്കൊണ്ട് പോകും. അപ്പൊ കമ്പനിയായി പുള്ളി പറഞ്ഞു ഓക്കെ നിങ്ങൾ ടിക്കറ്റിന് പൈസ ഒന്നും തരണ്ട വരാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി കാണുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അതെ അതെ പുള്ളി അങ്ങനെ നിന്ന് അവസാനം അവിടുത്തെ ഒരു ചേച്ചീനെയും അടിച്ചോണ്ട് പോയി. പക്ഷെ പുള്ളി തമിഴ്നാട്ടുകാരനായിരുന്നു. പുള്ളി പിന്നെ തിരിച്ചു പോയിട്ടില്ല. സാധാരണ ആളുകൾ പറ്റിച്ചിട്ട് പോവല്ലേ, പക്ഷെ പുള്ളി അവര് ഒരുമിച്ച് ജീവിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറെ വർഷം കഴിഞ്ഞിട്ട് ആ ഒരു പ്രശ്നം കണ്ടായിരുന്നു പുള്ളിനെ. ആണല്ലേ. പക്ഷെ നമുക്ക് ശാസ്താംകയില് നമുക്ക് പൊന്മലത്തെ വീട്ടില് നമുക്ക് നല്ല ഓർമ്മകളുണ്ട്. പക്ഷെ നമുക്ക് ഒരുമിച്ച് ഓർമ്മകൾ കൂടുതലുള്ള ശാസ്താംകയിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അയൽവക്കവും നമ്മള് അവര് ജ്ഞാനായായിരുന്നു അവിടെ എല്ലാം മജോറിറ്റി ആൾക്കാരാണ് കൈപ്പുഴ. പക്ഷെ നമ്മളെ അവർ ഒരിക്കലും ഐസൊലേറ്റ് ചെയ്തില്ല. ഇല്ല ഭയങ്കര സ്നേഹമായിരുന്നു, എപ്പോഴും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ മറ്റു മതസ്ഥരുണ്ടായിരുന്നാലും അവരും നമ്മളുമായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു. അവിടെ ഒരു മീൻ കട ഉണ്ടായിരുന്നു, ഒരു അപ്പച്ചൻ. അതെ 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 നമ്മൾക്ക് ജാതി മത ഭേദമന്യേ നമ്മളെല്ലാവരും കുട്ടികളെല്ലാവരും കൂടെ രാവിലെ ഇറങ്ങും. രാവിലെ ഇറങ്ങിയിട്ട് നമ്മൾ ഓർക്കുന്നുണ്ട് നമുക്കൊരാടുണ്ട്, അയലക്കത്തുള്ളവർക്ക് പശുവൊക്കെ ഉണ്ട്. ഈ കുട്ടികളെല്ലാരും കൂടെ നമ്മൾ പോയി പുല്ലൊക്കെ പറിച്ച് പിന്നെ അവിടുന്ന് വല്ല തേങ്ങയൊക്കെ വീണ അതിട്ട് പൊട്ടിച്ച് തിന്നും. പിന്നെ ഓർമ്മയുണ്ടോ നമ്മുടെ അവിടെ ഒരു അമേരിക്കക്കാരുടെ ഒരു വീടുണ്ടായിരുന്നു. അത് എപ്പോഴും ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ് ചെയ്യാറ്. അപ്പൊ അവിടെ ഈ തേങ്ങ വീഴുമ്പം നമ്മുടെ കൂടെയുള്ള കുറച്ച് മുതിർന്ന ആൾക്കാർ പറയും ഞങ്ങൾ മതിൽ ചാടി പോയി തേങ്ങ എടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും അതിലൂടെ പോകുമ്പം പോയി എടുക്കാൻ നമുക്ക് ധൈര്യമില്ല. പക്ഷെ എന്നാലും മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ലഡു പൊട്ടും, ഒന്ന് പോയി എടുത്താലോ തേങ്ങ ചിലപ്പോൾ കിട്ടിയാലോ എന്ന് ഇങ്ങനെ. പക്ഷെ അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു അന്ന് പോകാനായിട്ട്. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ചാടിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഗീതയുണ്ടല്ലോ, എന്റെ ഒരു ഫ്രണ്ട് നമ്മുടെ അടുത്തുള്ള ഗീത ഇപ്പൊ അന്നൊക്കെ പറയുവാണെങ്കിൽ ചക്കക്കുരുവിന്റെ ചായക്കട, അവിടുത്തെ ഗീതയും ഞാനും കൂടി ചാടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങള് സൈക്കിള് വാടകയ്ക്ക് എടുക്കുമായിരുന്നു. എന്റെ കൂട്ടുകാരൻ ബാബു പിന്നെ കൊച്ചുവൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് 50 പൈസ ആണ് 1 മണിക്കൂറിന്. അങ്ങനെ സൈക്കിൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സൈക്കിളെ ഓട്ടുന്നതൊക്കെ? ഓർമ്മ ബാക്കിലിരുന്ന് അങ്ങനെ ഓടിക്കുമായിരുന്നു. പിന്നെ ഉള്ളൊരു ഓർമ്മ എന്ന് പറയുന്നത് ഈ മഴക്കാലാവുമ്പം അവിടെ അടുത്താണല്ലോ വയലുകളുള്ള, അവിടെ ചേച്ചിമാര് ഇങ്ങനെ വയലിൽ പണിയെടുക്കാൻ പോകുന്ന വലിയ ഇതെന്താ അതിന്റെ പറയാ മഴക്കോട്ട് പോലെ തലയിലിട്ട് പ്ലാസ്റ്റിക് കവർ, എന്നിട്ട് നമ്മുടെ വീട്ടിൽ വരും. അവർ കുറെ നേരം ഇരുന്ന് സംസാരിച്ച് കുറെ പേര് അവർ വെയിറ്റ് ചെയ്യും. എന്നിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോകും. നമ്മുടെ വീടൊരു കവലയിലായിരുന്നോണ്ട് ഒരു ജംഗ്ഷൻ പോലെ നമ്മുടെ അവിടെ എല്ലാവരും വന്നിരിക്കും. ആമ്പലിന്റെ കായൊക്കെ താമരയുടെ കായൊക്കെ നമുക്ക് പരിചയം. പക്ഷെ ഈ സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, വൈകുന്നേരം ചിലപ്പം ആരുമില്ലാതെ നമുക്ക് ആടുണ്ടല്ലോ, അപ്പൊ ഞാൻ പുല്ല് പറിക്കാൻ പോകാനും തന്നെ. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ ബാബുവിന്റെ ഒക്കെ ഒരു ചേട്ടനുണ്ട് ബേബി. ഞാൻ പുല്ല് പറിക്കാൻ പോകുമ്പോൾ മേക്ക് ഷുവർ ചെയ്യുമായിരുന്നു ഞാൻ സേഫ് ആണോ, ഇടയ്ക്ക് അവിടെയൊക്കെ വന്ന് നോക്കുമായിരുന്നു. ചുമളെ വെള്ളത്തിൽ പോകില്ലെന്നൊക്കെ പറയുമായിരുന്നു എന്നോട്. ഇപ്പൊ ഞാൻ ഓർക്കുന്നത്. പിന്നെ നമ്മളൊരു കുഞ്ഞാങ്ങള സജു, പുള്ളി അവിടെ വന്നിട്ടല്ലോ ചമ്മന്തി അരിച്ചോണ്ടിരുന്നത്. നമ്മുടെ മേരി ചേച്ചി, മേരിക്കുട്ടി ചേച്ചി, ഫിലിപ്പിയേട്ടനും മേരിക്കുട്ടി ചേച്ചി, എൽസമ്മ ചേച്ചി, അവരൊക്കെ നമ്മളെ എവിടെയാണോ അവരൊക്കെ ഇപ്പൊ നമ്മളെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. ഈ അച്ചാച്ചി അമ്മച്ചിയൊക്കെ ഹോസ്പിറ്റലായിരുന്നപ്പോ ഈ മേരിക്കുട്ടി ചേച്ചി, എൽസമ്മ ചേച്ചി അവരൊക്കെ ആയിരുന്നു നമ്മളെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ കൂട്ടുകിടന്നു. അപ്പോഴവർക്ക് അന്ന് കാലത്തൊക്കെ അങ്ങനെ അവരുണ്ടാക്കുന്ന ചോറും കറിയും നമുക്ക് കൊണ്ട് തരുമായിരുന്നു. നമ്മൾ അവരുടെ വീട്ടിൽ പോയി കിടക്കും, അവര് നമ്മുടെ വീട്ടിൽ വന്ന് കിടക്കുമായിരുന്നു. അന്നൊരു വളരെ സന്തോഷകരമായ ഒരു സമയമായിരുന്നു. പക്ഷെ അതൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സമയമാണ്. നമുക്ക് ആർക്കും എന്റേത് നിന്റേതെന്നൊരു ചിന്തയില്ലാതെ എല്ലാം നമ്മുടെ എന്നുള്ള രീതിയിൽ അവിടെ ഒരു മാങ്ങാച്ചമ്മന്തി അരച്ചാൽ നമുക്ക് കൊണ്ടു തരുമായിരുന്നു. അതുപോലെ പൊന്മലത്തെ വീട്ടിൽ നീ ഓർക്കുന്നുണ്ടോ, നമ്മളെ ചിലപ്പം തീപ്പെട്ടി ഇല്ലാത്തപ്പം തീ മേടിക്കാൻ വിടുന്നത് ഓർക്കുന്നുണ്ട്. ഒരു ചകിരിയുടെ തൊണ്ടെടുത്തിട്ട് അത് നമ്മളെ പറഞ്ഞു വിടും. എന്നിട്ട് അവരതിനകത്ത് നമുക്ക് ഒരു 2-3 തീക്കനൽ തരും. എന്നിട്ട് അതുമായിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തീ പിടി. നമുക്ക് എല്ലാവർക്കും തീപ്പെട്ടിയൊന്നും ഇല്ല വീട്ടില്, കറണ്ടില്ല. പൊന്മലത്തെ വീടിന്റെ അവിടെ ഒന്നും കറണ്ടില്ല. അങ്ങനെ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് നല്ലൊരു സമയം. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമുക്ക് അതൊരു വാടക വീടായിരുന്നു. അപ്പൊ തിരിച്ച് നമുക്ക് തറവാട്ടിലോട്ട് പിന്നെ വരണ്ട വന്ന് ആ ദിവസം എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് നമ്മൾ തിരിച്ചങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിൽ ഒരു പാട്ട് വെച്ച്, ആ പാട്ട് എന്താന്ന് ഓർക്കുന്നുണ്ടോ? എന്നാ പാട്ടൊന്ന് പാടാവോ? വാടക വീട് ഒഴിഞ്ഞോ നിങ്ങൾ, വാടക വീട് ഒഴിഞ്ഞോ. അന്ന് നമ്മൾ അവിടെ വരുമ്പോ ഈ പയ്യൻ എപ്പോഴും ഓർക്കുന്നു.
ആ വാടക വീട് ഒഴിഞ്ഞോ, നിങ്ങൾ അത് പുള്ളി നല്ലതിനാണോ അറിഞ്ഞാണോ അറിയാതെയാണോ? അന്നൊന്നും ടേപ്പ് റെക്കോർഡ് റേഡിയോ മാത്രമേ ഉള്ളല്ലോ. അന്ന് അല്ല, അവരുടെ വീട്ടിൽ ടേപ്പ് റെക്കോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അത് കുറെ കഴിഞ്ഞിട്ടാ ആണ് അനുവ അറിഞ്ഞാണോ അറിയാതെയാണോ ആ പാട്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ആ മാന്നാനത്ത് പൊന്മലത്തെ വീട്ടില് ഒരു 5-6 വർഷം ഒരുമിച്ച്. എനിക്കൊരു 6 വയസ്സുള്ളിടത്തോളം അത് കൂടുതൽ നമ്മൾ രണ്ടുപേരും മാത്രം ഉള്ളായിരുന്നു. നമ്മൾ രണ്ടുപേരും അവിടെ പൊന്മലത്തെ വീട്ടിൽ ആ കുന്നും മലയും എല്ലാം കയറി കുറേ സമയം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലോട്ട് ഇവര് കൊച്ചുമോളും വരുന്നത്. അപ്പൊ നിന്റെ ഓർമ്മയിലുണ്ടോ ഇവരെന്നാ ജനിച്ചേ, അങ്ങനെ വല്ല ഓർമ്മയുണ്ടോ? അങ്ങനെ ഇവര് കരയുന്ന പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അവര് ഉറക്കത്തിൽ രാത്രിയിലൊക്കെ ഉറക്കത്തിൽ കരയുന്ന ഒച്ചയുണ്ട്. രണ്ടുപേരും നിർത്താതെ കരയുന്ന, ഒരാളല്ലെങ്കിൽ മറ്റേ കരഞ്ഞോണ്ടിരിക്കുന്ന. പിന്നെ അതിൽ കൂടുതൽ ഒത്തിരി ക്ലാരിറ്റി ഉള്ള ഇതില്ല ഓർമ്മ. പിന്നെ ഇവര് വളർന്ന ശേഷമുള്ള ഓർമ്മകളാണുള്ളത്. എന്റെ ഓർമ്മയിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അമ്മച്ചിക്ക് ഇങ്ങനെ ഡെലിവറി പെയിൻ വന്നു കഴിയുമ്പം അയലോക്കത്തുള്ളൊരു വൈറ്റാട്ടി വന്ന് നോക്കുന്നത്, പിന്നെ അമ്മച്ചിയെ കാറെ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നമ്മളെ കൊണ്ടുപോകുക ഇവരെ കാണിക്കാൻ. അപ്പോൾ ഇവരെ ഒരു ഇൻക്യുബേറ്റർ പോലെ എന്തോ അതിനകത്ത് ഇങ്ങനെ രണ്ട് കുഞ്ഞ് എനിക്ക് അന്ന് തോന്നുന്നു 2 എലിക്കുഞ്ഞുങ്ങൾ കിടക്കുന്ന പോലെ രണ്ടുപേരിങ്ങനെ കിടക്കുന്നത്, ഞാനിങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്നത്. അത്ര എൻ്റെ ഓർമ്മയിലുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുവാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം തന്നെ മാറി മറിച്ചത് അവിടെയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വളരെ, കാരണം ഞങ്ങളുടെ അച്ചാച്ച ഒരു ഗവൺമെൻറ് കോൺട്രാക്ടറായിരുന്നു. അപ്പം ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാരണം ഇവർ 700-900 ഗ്രാമിലായിരുന്നു ജനിച്ചത്. അപ്പം അന്ന് കാലത്ത് 700-900 ഗ്രാമിലുള്ള കുട്ടികളെ രക്ഷപ്പെടുത്തി വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. അപ്പം നമുക്ക് ഫൈനാൻഷ്യലായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. പക്ഷെ അതെല്ലാം നമ്മുടെ കിടപ്പാടം വരെ വിറ്റ് നമ്മൾ ഇവരുടെ ജീവൻ വീണ്ടെടുത്തു. അങ്ങനെ പക്ഷെ അപ്പം എനിക്കറിയത്തില്ല നിനക്കങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എൻ്റെ മനസ്സിൽ ഒരു ദേഷ്യമുണ്ടായിരുന്നു ഇടയ്ക്ക് ഇവരോട്. കാരണം നമ്മുടെ വീട് വിറ്റ് പിന്നെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കേണ്ട വന്നു, തറവാട്ടിൽ വന്ന്. അപ്പം നമുക്ക് ഞങ്ങളുടെ ഇൻറ്റിമസിക്കും, കാരണം നമ്മൾ പണ്ട് പറമ്പിലും ഒക്കെ കളിച്ച് നടന്ന്, പിന്നെ ഞങ്ങൾക്ക് പറമ്പില്ല. അങ്ങനെ മാന്നാനത്ത് വരുമ്പോൾ ഒരു തറവാട്ടിലായിരുന്നു. അപ്പോൾ തറവാട്ടിലാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും, നമുക്ക് കളിക്കാനോ വെളിയിലോട്ട് പോകാനോ അങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മെയിൻ റോഡായിരുന്നു. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി പിന്നെ വെല്ലിച്ചായനെയും വെല്ലുമിച്ചിയും ഒന്നും നമുക്ക് അത്ര പരിചയമില്ലായിരുന്നു. മറ്റേത് അമ്മ വീട്ടിലായിരുന്നപ്പം കുറച്ചുകൂടെ ഫ്രീഡം ആയിരുന്നു, പരിലാളനം കിട്ടി. അവർക്ക് വേറെ കൊച്ചുമക്കൾ ഇല്ലായിരുന്നു. ഇവിടെ മാന്നാനത്തെ വീട്ടിൽ വേറെ കൊച്ചുമക്കളുണ്ട്. പിന്നെ നമ്മളെല്ലാവരുടെയും കൂട്ടുകുടുംബത്തിനകത്തോട്ട് വന്നപ്പോൾ നമ്മൾക്ക് ഇത്ര പ്രയാസമൊക്കെ തോന്നി. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു ഇവർ രണ്ടുപേരും വന്നതാണ് പ്രശ്നം. നിനക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോ? നീ നല്ല കുട്ടി, അതിനുള്ള ചിന്തിക്കാനുള്ള ഒരു പ്രായമായില്ലായിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് ഇവന് ഒരു ദിവസം കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ അന്ന് മാന്നാനത്തെ വീട്ടിൽ വരുമ്പം എനിക്ക് ആദ്യം ഇച്ചിരി ഒരു ഇതുണ്ടായിരുന്നു. കാരണം അന്ന് കാലത്തെ ആദ്യത്തെ ഓടിട്ട വീട്, സിമെന്റ് വെച്ച തറ, പിന്നെ കരണ്ട്, ഇതൊക്കെയുള്ളൊരു വീട്ടിലോട്ടാണ് നമ്മൾ വന്നത്. അപ്പം ഒരു ദിവസം കരണ്ട് പോയപ്പം ഇവൻ ഇങ്ങനെ നീന്തി വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുക. ഇവന് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഈ വിളക്കൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കൈ പൊള്ളിച്ച് ഇവൻ അത് ഞാൻ ഓർക്കുന്നുണ്ട്. കൈ പൊള്ളിച്ച് ഇവൻ കരഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് എനിക്ക് ഇവരോട് ഇഷ്ടക്കുറവ് തോന്നാൻ കാരണം, എന്നും ഇവർ മാസം തികയാതെ ഉണ്ടായത് കൊണ്ട് എല്ലാ ദിവസവും ആരെങ്കിലും ഒരാൾ, ഒന്നുകിൽ കൊച്ചുമോൻ അല്ലെ കൊച്ചുമോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പം നമുക്ക് അമ്മച്ചി ഫുഡ് ഉണ്ടാക്കി തരാനോ നമ്മുടെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും അമ്മച്ചി വീട്ടിലില്ല. പിന്നെ അച്ചാച്ചി ഒന്നുമില്ല അമ്മച്ചിയുടെ കൂടെ പോകാൻ നോക്കും, അല്ലെങ്കിൽ അച്ചാച്ച കോൺട്രാക്ടർ ആയതുകൊണ്ട് പലപ്പോഴും വീട്ടിലില്ല. അപ്പം ഞാനും ഇവനും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് വേണ്ട പരിലാളന കിട്ടിയില്ല. ആ ഒരു ഇതിൽ വേണം, അല്ലാതെ പേഴ്സണലി നിന്നോട് ഇഷ്ടക്കുറവായിട്ടൊന്നും അല്ല, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പറയുവാണെങ്കിൽ അവിടെ വെച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമുക്ക് ഒത്തിരി ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടായി. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ നമുക്കൊരു വാടക വീട്ടിലോട്ട് വരെ പോകേണ്ടി വന്ന്. അപ്പം വാടക വീട്ടിലോട്ടൂടെ പോയപ്പം എൻ്റെ കൺട്രോൾ തെറ്റി. അപ്പം ഞാനിപ്പോഴും ഓർക്കും, എനിക്കറിയില്ല നീ ഓർമ്മയിലില്ല, പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഇവരെ രണ്ടുപേരെയും കൂടെ അവിടെ ഒരു ചാണകക്കുഴി ഉണ്ടായിരുന്നു, അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരുമാണ് പ്രശ്നം, കാരണം ഞങ്ങൾ രണ്ടും കൂട്ടാണ്, കുഴപ്പമൊന്നുമില്ല. നീ ഓർക്കുന്നുണ്ടോ നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ്
പള്ളി പോകുന്ന ഓർക്കുന്നുണ്ടോ? അപ്പൊ പോകുന്ന പാലത്തുരുത്ത് പള്ളിയിലാണ്. അല്ല പാലത്തുരുത്തല്ല, മാന്നാനത്ത്. ആദ്യം നമ്മൾ മാന്നാനത്ത് പൊക്കോണ്ടിരുന്നത്. അപ്പൊ വഴിയെ പോകുമ്പോ നമ്മൾ പൂവൊക്കെ പറിച്ച് മാലയൊക്കെ കോർത്ത് എന്നിട്ട് നമ്മൾ രൂപക്കൂട്ടി കൊണ്ട് മാലയിടും. പക്ഷെ എൻ്റെ മനസ്സിലെ ഇന്റൻഷൻ, അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാവരും പറയും, ഓ എന്തോ നല്ല പിള്ളേരാ, നമ്മൾ കൈ പിടിച്ച് രണ്ടുപേരും കൈ പിടിച്ച് പോയി രണ്ടതാ സഹോദര സ്നേഹം, ഭയങ്കര ഭക്തി പ്രാർത്ഥനയുള്ള പിള്ളേര്. ഇത് മാല കൊണ്ട് നമ്മളിടും. പക്ഷെ നിന്റെ മനസ്സിലുണ്ടായിരുന്നോന്ന് അറിയത്തില്ല, എൻ്റെ മനസ്സിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പം അവിടെ പലരും നേർച്ച, ചിലർ പാച്ചോറൊക്കെയാണ് നേർച്ച കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ രണ്ടുപേരെ കാണുമ്പോൾ രണ്ട് ദൈവമക്കള് ദൈവ പൈതലെന്ന് പറഞ്ഞ് നമുക്ക് വിളിച്ച് ഒരു പാച്ചോറ് തരുമായിരുന്നു. അപ്പൊ ഈ പാച്ചോറും കൂടെ മേടിക്കാൻ വേണ്ടിയായിരുന്നു രാവിലെ പള്ളി പൊക്കോണ്ടിരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ പള്ളി പോകുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പാലത്തുരുത്തേൽ വന്നപ്പോഴത്തേക്കാണ് ഇതാകെ ജീവിതം വളരെ ബുദ്ധിമുട്ട്. പാലത്തുരുത്തേ വരുമ്പോൾ നമുക്ക് തറവാട്ടിലെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവരെ അസുഖം വന്ന് അമ്മച്ചി ഹോസ്പിറ്റലിൽ പോകും, അച്ചാച്ച പോകും, നമ്മൾ മാത്രമേ ഉള്ളൂ വീട്ടില്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഈ ചാണകക്കുഴിയിലാണെങ്കിൽ ഇതുങ്ങൾ പോയാൽ അങ്ങനെ നമ്മൾ മാന്നാനത്തെത്തി. മാന്നാനത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും തലവേദന തന്നതും എൻ്റെ സഹോദരനെന്ന് പറയാൻ ഒരുപക്ഷെ പലപ്പോഴും ഞാൻ മടിച്ചിട്ടുള്ളതുമാണ്. ഞങ്ങളുടെ ചെറുപ്പകാലം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, അതായത് ഞാനും എൻ്റെ ബ്രദറും മാത്രമുള്ളപ്പോൾ ജീവിതം വളരെ മനോഹരമായിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇളയതായിട്ട് ഇരട്ട കുട്ടികൾ വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായ സമയമായിരുന്നു ഫൈനാൻഷ്യലി. പിന്നെ ഞങ്ങളുടെ അടുക്കൽ ഞങ്ങളുടെ പേരൻസും ഇല്ലായിരുന്നു, പലപ്പോഴും അവരുടെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു. ഇതൊക്കെ എന്നെ വളരെ നെഗറ്റീവായിട്ട് ആണ് അഫക്റ്റ് ചെയ്തത്. എനിക്ക് വളരെ നെഗറ്റീവ് ചിന്തകൾ തന്ന്, അതായത് എൻ്റെ ബ്രദർ ഒരു പ്രാവശ്യം ആ തീയിൽ കളിച്ചപ്പോൾ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന രീതിയിൽ എൻ്റെ മനസ്സ് അത്ര കട്ടിയായിരുന്നു. പിന്നെ അവനെ ഒരു പ്രാവശ്യം ആ ചാണാക്കുഴിയിൽ കൊണ്ടുപോയിട്ട് അവൻ എന്തെങ്കിലും സംഭവിക്കട്ടെ, ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോയാൽ ഞങ്ങളുടെ ജീവിതം മനോഹരമായിരിക്കും എന്ന് പോലും ഞാൻ ചിന്തിച്ചു. എനിക്കറിഞ്ഞുകൂടാ അവരത് ഇല്ലാതാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അതെനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇവരുള്ളത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, ഇവരില്ലാതായാൽ പ്രശ്നങ്ങൾ ഇല്ലാതാകും എന്ന് ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചായിരിക്കും. ആ ഒരു ചിന്ത ഒരു നിമിഷത്തേക്ക് മാത്രമായിരുന്നു, പിന്നീട് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ വരും. എൻ്റെ ഇപ്പോഴത്തെ ചിന്തയിൽ ആ നെഗറ്റീവ് ചിന്തകൾ എന്നിൽ വളർന്ന് മറ്റൊരു പ്രവൃത്തിയിലോ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഇടയാവാതിരുന്നത്. അന്ന് കാലത്തൊക്കെ നമുക്ക് ആ ചിന്തകൾ വരും, പക്ഷെ പെട്ടെന്ന് നമ്മൾ വെളിയിലോട്ടിറങ്ങി ആൾക്കാരുമായിട്ട് കളിച്ചു, വർത്തമാനം പറഞ്ഞു, കൂട്ടുകുടുംബത്തിലെ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കും, പിന്നെ ടീച്ചേഴ്സ്, അങ്ങനെ നമുക്ക് ഒത്തിരി ആൾക്കാർ നമ്മളെ ചുറ്റിയുണ്ട്, നമ്മൾക്ക് നല്ല പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഒരു ചിന്ത അന്ന് ഇങ്ങനെ പല റിസോഴ്സസും ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത എന്നിൽ ആ സീഡ് എന്നിൽ ആഴ്ന്നിറങ്ങി വളർന്ന് മറ്റെന്തെങ്കിലുമായി തീരാതെ ആയിത്തീർന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ നിങ്ങളൊന്ന് ഓർത്തേ, അവരുടെ ജീവിതത്തിൽ അവർക്കിങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അവരെപ്പോഴും ഒരു അടച്ചിട്ട മുറിയിലാണ്. പേരൻസ് ജോലിയിലായിരിക്കും, അവർക്ക് ഏകാന്തതയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ആയിരിക്കും. അവരെങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള ആശയങ്ങൾ പറയുമ്പോൾ ആ സോഷ്യൽ മീഡിയ ഫ്രണ്ട് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ അവരുടെ കൂട്ടുകാർ അവരുടെ അത്രയും പ്രായമുള്ളവരായിരിക്കും, അവർക്ക് ചിന്തിക്കാൻ പക്വതയില്ലായിരിക്കും, അവർക്ക് എന്തെങ്കിലും ഇമ്പൾസീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രവണതയായിരിക്കും ഉണ്ടായി വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള, ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഫാമിലിയിൽ പേരൻസ് കുട്ടികൾക്കായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക, അവരെ ലിസൺ ചെയ്യുക. അതുപോലെ തന്നെ സ്കൂളിലും ടീച്ചേഴ്സ് കുട്ടികളുടെ പഠനവും മാത്രമല്ല അവരുടെ മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ടും അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം. പിന്നെ സ്കൂളിലൊക്കെ ഒരു കൗൺസിലർ ഉള്ളത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും വരുന്ന തലമുറ, നമ്മുടെ നാടും നമ്മുടെ കുടുംബവും നന്നായി വരാൻ വേണ്ടി കുട്ടികളിൽ കൂടുതൽ ശ്രദ്ധിക്കുക, അവർക്ക് നന്നായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവരെ ലിസൺ ചെയ്യുക. അപ്പോൾ ഈ പാർട്ട് 1 ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇനി പാർട്ട് 2 ആയിട്ട് ഞങ്ങളുടെ പഠന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതേപ്പറ്റിയുള്ള വീഡിയോയുമായിട്ട് ഞാൻ
അടുത്ത ലക്കത്തിൽ വരുന്നതായിരിക്കും.